പ്രശാന്ത് സാർ, ബംഗ്ലാദേശിൽ ഈ ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം വരുന്നു. ഈ പറയുന്ന മൗദൂദിസ്റ്റ് ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടം അവിടെ വന്നതിന് ശേഷം അവിടെ നിരന്തരമായ ആക്രമണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അവിടെ പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ട്. അതായത് യൂനുസ് ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം ഒരുപക്ഷെ അധികാരം പിടിക്കാനുള്ള സാധ്യതകളുണ്ട്, ആഭ്യന്തര കലാപം ബംഗ്ലാദേശിനെ വിഴുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഈ പട്ടാള അട്ടിമറിയുടെ സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരുന്ന ചില വാർത്തകളൊക്കെ അവിടെ നിന്ന് വരുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഇടപെടൽ ഇന്ത്യയുടേതുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. എന്തായിരിക്കും സാർ കാരണം? അതായത് ഇന്ത്യയുടെ ഒരു ശക്തമായ ഇടപെടൽ അവിടെ, ഈ പറയുന്ന അജിത് ഡോവലിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരിക്കുമോ? അത് ആദ്യ തൊട്ടേ ഉണ്ട്, 100% ആദ്യ തൊട്ടേ ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കും. അത് അതിനെ ഇരുന്നപ്പോഴും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ അട്ടിമറിക്ക് ശേഷം നമ്മുടെ ഈ പറയുന്ന റോയോടോ അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഒക്കെ ഒരു ഇടപെടിയിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അതിപ്പോ രഹസ്യമേ വരച്ച് ഇപ്പൊ ലോകത്തെല്ലാവർക്കും അറിയുകയും ചെയ്യാം. കാരണം മൊസാദിനെക്കാട്ടിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കുന്ന ഒരു ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമാണ് റോ എന്നാണ് ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്നത്. കാരണം മൊസാദ് വിളിച്ചു പറയും, റോയ് ചെയ്യുന്നത് പോലും അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഭീകരമാണ്. കാരണം എന്താണ് ചെയ്തത്, അവർക്ക് ചെയ്ത കാര്യങ്ങൾ അവർ പറയത്തുപോലുമില്ല. അത്രയ്ക്ക് വലിയ 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 കരുത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗമാണ്. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാലേ അവളിപ്പോ ഇന്നലത്തെ വളരെ നമ്മൾ വാർത്തകൾ വെളിയിൽ വരുന്നില്ല, അല്ലെങ്കിൽ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മുടെ ചാനലിലൊക്കെ തന്നെ നേരത്തെ നിരന്തരം ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ബംഗ്ലാദേശ് ആർക്കും കേൾക്കണ്ടാതെ വന്നപ്പോ ഈ വാർത്തകൾക്ക് താല്പര്യം പ്രേക്ഷകർക്കില്ല വരുമ്പോൾ വാർത്തകളും പുറത്തോട്ട് പോകും. അപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ അത്ഭുതപ്പെടുത്തുക. നമ്മൾ നേരത്തെ വിചാരിച്ചതുപോലെ ബംഗ്ലാദേശ് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ പട്ടാളം അട്ടിമറിക്ക് ശേഷം യൂനസ് വന്നു, യൂനസ് എല്ലാം തിരുത്തുന്നു, യൂനസ് എന്റെ കയ്യിലെല്ലാം ആക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി വരുന്നു, പാകിസ്ഥാനിന്ന് പട്ടാളത്തെ അവിടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗവും IS ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നു. ആ രീതിക്ക് മാറ്റം വരുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ പട്ടാള മേധാവി ഈ പറഞ്ഞതുപോലെ ഇവിടെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. പട്ടാളം വളരെ കൃത്യമായിട്ട് പറയും, ഇവിടെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ ഭരണഘടനാ സംവിധാനം എല്ലാം നശിപ്പിച്ച് ഇഷ്ടമുള്ളവനെല്ലാം ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു രാജ്യത്തെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് തുടർന്നാൽ നമ്മൾ അതിനകത്ത് പട്ടാളത്തിന്റെ ഇടപെടലോടുകൂടി കാര്യങ്ങൾ കൃത്യമാക്കുന്നതിനകത്ത് ഒരു ശ്രമം ഉണ്ടാവും. അതായത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് അതുവരെ പട്ടാള ഭരണം ഏർപ്പെടുത്തും എന്നാണ് അതിന്റെ അർത്ഥം. കാരണം അത് സാധാരണ അങ്ങനെ പട്ടാള ഭരണത്തിന് മുമ്പ് പറയാറില്ല. ഇത് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. പറഞ്ഞാലും കുഴപ്പമില്ല, നടത്താമെന്നുള്ളത് കൊണ്ടാണല്ലോ നേരത്തെ പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന യൂനസിനെയും അവന്റെ അനുയായികളെ എല്ലാം കൂടെ പിടിച്ചകത്തോട്ട് വെച്ചിട്ട് ഞങ്ങൾ പട്ടാളം പിടിച്ചു എന്നാണ് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ കാണാറുള്ള ഒരു സംവിധാനം. അപ്പൊ ഇതുവരെ പറയാത്ത ഒരു ഭാഷ പട്ടാള മേധാവിയുടെ ഭാഗത്ത് നിന്ന് വരുവാന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന്റെ പുറത്ത് വളരെ കൃത്യമായിട്ട് ഒരു ബലം ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തെ യൂനസ് അവിടെ വിളിച്ചു വരുത്തി നമ്മളാണ് ഈ പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിന് ട്രെയിനിങ് കൊടുത്തോണ്ടിരുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ ആഭ്യന്തര ഈ പറയുന്ന പട്ടാളത്തിന് ഉൾപ്പെടെ നമ്മൾ ഫണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേണ്ട. ഇപ്പൊ ഈ അവരുടെ സ്വാതന്ത്ര്യം 71 ശേഷം പട്ടാളം അവിടെ കയറിയിട്ടില്ല. അതറിയാം വാർത്തന്. പാകിസ്ഥാൻ പട്ടാളം അവിടെ കയറിയിട്ടില്ല, ഇപ്പോഴാണ് കയറുന്നത്. അപ്പൊ അവിടുത്തെ അപ്പം അപ്പൊ പാകിസ്ഥാൻ പട്ടാളം നമ്മൾ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിലെ പട്ടാളത്തെ അപേക്ഷിച്ച് മോശമൊന്നുമല്ല. അപ്പൊ പാകിസ്ഥാൻ പട്ടാളത്തെ വെല്ലുവിളിക്കണം ബംഗ്ലാദേശിലെ പട്ടാള മേധാവി എന്ന് പറയുമ്പോൾ, അതും പ്രധാനമന്ത്രിയുടെ സ്വാധീനത്തിൽ അവിടെ നിൽക്കുന്ന പട്ടാള മേധാവിയും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ വെളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കരുത്ത് ആരുടെയോ ഉണ്ടല്ലോ. ഈ നമ്മളീ പറയുമ്പോൾ ഇറങ്ങി പോടാന്ന് പറയുമ്പോൾ ആരോഗ്യമില്ലാത്ത ഒരുത്തിനാ പറയുന്നെങ്കിൽ, എണീറ്റിക്കാൻ വയ്യാത്ത ഒരുത്തിനാ പറയുന്നെങ്കിൽ അതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ വിചാരിച്ചു. അപ്പം നമ്മളതിനകത്ത് നേരത്തെ ഇടപെടുന്നുണ്ട്. നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന ആഭ്യന്തര വിഷയത്തിനകത്ത്, ആഭ്യന്തര കലാപത്തിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഇടപെടലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖാലിദ് അവിടുന്ന് ഈ പറഞ്ഞ യൂനസിന്റെ കൂടെ നിന്ന് ഈ സമരമൊക്കെ നയിച്ച് മുന്നോട്ട് പോയിട്ട് അവിടുന്ന് ഒരു സുപ്രഭാതി ഖാലിദ് അറിയാമല്ലോ, പ്രതിപക്ഷ നേതാവ് അവിടുന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. ബാംഗ്ലൂർ ചികിത്സയ്ക്ക് പോകാന്ന് പറഞ്ഞത്. ബാംഗ്ലൂർ ചികിത്സയ്ക്കൊന്നും പോയാല, ഖത്തറിൽ നിന്ന് വിമാനം വന്ന് അവരെ കൊണ്ടുപോയത്. കാരണം ഖാലിദയ്ക്ക് മനസ്സിലായി അവിടെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അവസാനം ഈ പ്രക്ഷോഭത്തിന്റെ രീതിയിൽ വന്നിട്ട് എന്റെ തലയും കൊണ്ട് പോകുന്ന പ്രക്ഷോഭമാണ്. അവർക്ക് അതിനകത്ത് ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടല്ലോ നമ്മുടെ അമേരിക്കയുടെ ഉൾപ്പെടെ, അവരുടെ ഭാഗത്ത് അതായത് പ്രക്ഷോഭങ്ങൾ ഇപ്പം ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഭാഗമല്ലാതാവും. അതായത് ഗവൺമെന്റിനെതിരെ ആകും.
അതുപോലെ പ്രക്ഷോഭങ്ങൾ അപ്പൊ ഈ ഖാലിദ് അവിടെ പറഞ്ഞത് യൂനസിന് ഇപ്പൊ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നില്ല, കാരണം യൂനസ് ഇത് കയ്യിൽ വെച്ച് കൊണ്ടുപോകണം, യൂനസിന്റെ താല്പര്യത്തിനനുസരിച്ച് പോകണം എന്നുള്ളതാണ് യൂനസിന്. അപ്പൊ ഖാലിദ് അവിടെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ജനാധിപത്യ പരിശോധന നടത്തുമ്പോഴൊക്കെ അവർ പുറകിൽ പോകുന്നു. അപ്പൊ ഈ പറയുന്ന ഹസീന മാറിയപ്പോ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് അവർക്ക് അധികാരത്തിൽ വരാമെന്ന് അവർ വിചാരിച്ചത്. അപ്പൊ അതിനും യൂനസ് അനുവദിക്കുന്നില്ല എന്ന് കണ്ടത് അവർ പ്രക്ഷോഭമായിട്ട് വന്നു. അപ്പൊ പ്രക്ഷോഭം മൂത്ത് വന്നപ്പം ഈ ഖാലിദയ്ക്ക് തോന്നി, എടാ എന്റെ ഈ പ്രക്ഷോഭം ചെയ്തിട്ട് ഈ പ്രക്ഷോഭകാരികൾ എന്നെ തുറിച്ച് നോക്കുന്നോ എന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഇത് കിട്ടിയോണ്ട് അവരവിടുന്ന് മാറിയത്. അപ്പൊ ഇന്നലത്തെ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആലം എന്ന് പറയുന്നവനായിരുന്നല്ലോ വിദ്യാർത്ഥി നേതാവ്, അവന് ഈ പറയുന്ന പോലെ ഏറ്റവും വലിയ ഉപദേഷ്ടാൻ അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ടിരുന്ന യൂനസിന്റെ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ തെരുവിൽ സമരം ചെയ്തോളാം, എനിക്ക് ഈ അധികാരങ്ങളൊന്നും വേണ്ട. അതായത് ഈ അധികാരം അധികം കാലമില്ല, അല്ലെങ്കിൽ ഈ അധികാരത്തിൽ ഇരിക്കുന്നവർ അധികം കാലം മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തുറുങ്കിൽ അടയ്ക്കപ്പെടും, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രവുമല്ല കഴിഞ്ഞ ഒരാഴ്ചത്തെ പരിശോധന ഹസീന വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഹസീനയുടെ പാർട്ടിക്കാര് അവിടെ ഇറങ്ങി പ്രകടനവും പൊതുസമ്മേളനം അതുപോലെ ഈ പറയുന്ന ലഘുലേഖ വിതരണം, എന്നിട്ട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഞങ്ങളുടെ രക്തസാക്ഷികളെ അവഹേളിച്ച് അല്ലെങ്കിൽ അത് അവർക്ക് മോശം വരുത്തിയ ആൾക്കാർ, യൂനസിന്റെ ഭാഗമായിട്ട് ആൾക്കാർക്കും യൂനസിനും മറുപടി കൊടുക്കും, ഞാൻ തിരിച്ചു വരും എന്നവർ പ്രസ്താവന നടത്തി. അത് ഇപ്പൊ ലോകമാധ്യമങ്ങളിലൊക്കെ അതൊക്കെ പ്രസ്താവനയായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് ഒരു പ്രസ്താവന എന്ന് പറയുമ്പോൾ ഇതുവരെ ഈ പറയുന്ന ഹസീനയുടെ പാർട്ടിക്കാരെ അവിടെ ഇറങ്ങി അന്നേരം പിടിച്ച് അകത്തിടുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വീട് കത്തിക്കുമായിരുന്നു, അവരെ തല്ലിക്കൊല്ലുകയായിരുന്നു. അപ്പം അതിനൊക്കെ ഒരു ബലം എന്ന് പറഞ്ഞാൽ അവിടെ ആര് കൊടുത്തു? അവിടുത്തെ സംവിധാനം നിയന്ത്രിക്കുന്ന പട്ടാളമാണല്ലോ, പോലീസാണല്ലോ. അപ്പൊ അവരുടെ ബലം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ പട്ടാള അട്ടിമറി എന്ന് പറയുമ്പോൾ അത് ഹസീനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. കാരണം ആ പട്ടാള അട്ടിമറിയിലൂടെ അവിടെ നിലനിർത്തിക്കൊണ്ട് പക്ഷേ ഇന്ത്യ പറഞ്ഞാണ് പട്ടാള അട്ടിമറി മറ്റേ മാറ്റി നിർത്തും. പട്ടാള അട്ടിമറിക്ക് ശേഷം ഭരണഘടന തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇലക്ഷൻ നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് രാജ്യം നടത്തുമോ, അതിനുശേഷം ഇലക്ഷൻ നടക്കട്ടെ, ആരാന്ന് വെച്ചാൽ തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിലേക്ക് പോവുക. അതാണല്ലോ അനുവദനീയവും അല്ലെങ്കിൽ വേണ്ടതും. അപ്പൊ ആ രീതിയിലേക്കുള്ള ഉരുത്തിരൽ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ എല്ലാം പുറകിൽ വളരെ ശക്തമായിട്ട് പറയാമല്ലോ. ഇപ്പൊ ഇതിപ്പം പറയുന്നത് പോലെ ഈ പറച്ചില് അല്ലെങ്കിൽ ഈ ഹസീന തിരിച്ചു വരുന്നത്, ഹസീന ബലവത്താവുന്നത് ആർക്കാ ഗുണം? നമുക്ക് തന്നെ ഗുണം. അപ്പൊ അതിന്റെ പുറകില് ഇപ്പം ഈ ബലം പട്ടാള മേധാവിക്ക് എവിടുന്ന ബലം വന്ന് ആ ബലം ഒരുപക്ഷെ നേരത്തെ നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യയുമായിട്ട് ഒരു രീതിയിലും മോശമായ ഒരവസ്ഥയിൽ ബംഗ്ലാദേശിന് പോകാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള പോക്ക് പുനരാലോചന നടത്തിയൊക്കെ നമുക്ക് പണ്ട് നിലനിൽക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഇന്ത്യ ആവശ്യമായിരുന്നു, നാളെ കാലത്ത് നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യ ആവശ്യമാണെന്ന് ഇയാൾ പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇപ്പം പട്ടാള മേധാവി ഹസീനയ്ക്ക് അനുകൂലമാണ്, ഇന്ത്യക്ക് അനുകൂലമാണ്. ആ പട്ടാളം പിടിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഉള്ളത്. ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ഹസീന ശക്തമായ തിരിച്ചുവരവിലേക്കുള്ള സിഗ്നലുകളാണ് കാണിക്കുന്നത്. ഈ യൂനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ യൂനസിനെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഈ പട്ടാള മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, മുമ്പ് പട്ടാള മേധാവിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ഈ അട്ടിമറിക്കകത്ത് ഹസീനെ അവിടുന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ഈ പട്ടാള മേധാവിയാണ്, അല്ലെങ്കിൽ ഹസീനെ അവിടുന്ന് രക്ഷപ്പെടത്തില്ല. ഈ അട്ടിമറിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അന്ന് പട്ടാള മേധാവി കൂടെ നിന്നു എങ്കിലും ഹസീന ഇയാളുടെ ഒരു ബന്ധുവാ, ഹസീന അവിടുന്ന് രക്ഷപ്പെട്ടോട്ടെന്ന് പട്ടാള മേധാവി വിചാരിക്കാതെ രക്ഷപ്പെടത്തില്ല. അന്ന് അല്ലെങ്കിൽ അവിടുന്ന് ഫ്ലൈറ്റ് പോലും പൊങ്ങാതിരിക്കാന്ന് ചോദിച്ചാൽ അപ്പൊ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇയാൾക്ക് പട്ടാള ഭരണം കിട്ടുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് കിട്ടിയില്ല. അന്ന് അമേരിക്ക ഇടപെട്ട് യൂനസിനെ കൊണ്ടുവന്നു. അപ്പൊ അന്ന് മുതലേ ഇയാൾക്ക് മാനസികമായിട്ട് അതിർത്തിയുണ്ട്. അപ്പൊ ആ അതിർത്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞപ്പോൾ അയാള് വീണ്ടും മറ്റവർ വന്നോട്ടെ, എനിക്കൊരു അബദ്ധം പറ്റിയതാന്നുള്ള മാനസികമായിട്ടുള്ള തോന്നലുണ്ട്. കാരണം ആർക്കും അധികാരമാണല്ലോ പ്രശ്നം. അപ്പൊ ഇപ്പം പട്ടാള മേധാവി ഹസീനയ്ക്ക് അനുകൂലമാണ്. അവിടെ ഹസീന തിരിച്ചു വരാൻ സാധ്യത, പട്ടാള അട്ടിമറിക്കാനുള്ള സാധ്യത, അതായത് അട്ടിമറിക്കും അല്ലെങ്കിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പട്ടാള അട്ടിമറി തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ നേരത്തെയൊക്കെ പല ടോക്കുകളും പറയുന്ന പോലെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യ ആ രാജ്യത്തെ വീണ്ടും ഇന്ത്യയുടെ പരിധിയിലേക്ക് കൊണ്ടിരിക്കാമെന്ന് വിചാരിക്കാം. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യയുടെ രഹസ്യമായ നീക്കം, ഇന്ത്യ ഹസീനയ്ക്ക് ഇവിടെ സംരക്ഷണം കൊടുക്കുമ്പോൾ തന്നെ പല ഉദ്ദേശങ്ങളും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഹസീനയെ സംരക്ഷിക്കും, ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ വിരട്ടലുകളൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് തന്നെ ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ ഇപ്പോൾ പട്ടാള അട്ടിമറിയിലൂടെ വീണ്ടും ഹസീനയെ തന്നെ അവിടെ ഭരണരംഗത്തെത്തിക്കുവാൻ ഇന്ത്യയുടെ ഒരു ശ്രമം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.